പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാരറ്റ് വെച്ച് അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്ന നോക്കാം. 4 ക്യാരറ്റ് ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കഴുകി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതെ അടിപൊളിയായിട്ട് ആ ഒരു കളറോട് കൂടി തന്നെയാണ് ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. കുക്കറിലാണ് കേട്ടോ നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് പീസൊക്കെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒറ്റ വിസിലിന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് എന്നിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ആ ക്യാരറ്റിൽ മധുരമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. വേവിച്ചെടുത്ത ക്യാരറ്റ് ഇതാ ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അര ഗ്ലാസ് പാൽ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെയാകുമ്പോൾ നല്ലതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടും. വേവിച്ചതായത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാരറ്റ് ജ്യൂസിൻ്റെ ടേസ്റ്റ് കിടിലനാണ് കേട്ടോ. അങ്ങനെ ഇതാ അടിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് നേരത്തെ കുറച്ച് കസ്കസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.